പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ ടാൻസാനിയയിലെ രണ്ടാമത്തെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ആദ്യം ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്തല്ല ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഇന്ന് വേറൊരു സ്ഥലത്താണ്. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ വന്ന് ഡ്രൈവർ വന്ന് പിക്ക് ചെയ്ത് കണ്ട് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഞാൻ ഇന്ന് സ്റ്റേ ആണ്. ഇത് നമ്മൾ ഈ റിസോർട്ടിലൊക്കെ താമസിക്കത്തില്ലേ, അതേപോലെയാണ്. നമ്മുടെ റിസോർട്ട് മാതിരിയാണ് ഇവിടെ. ഞാൻ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ ഇനിയും ഫുഡ് കഴിക്കണം. ഫുഡ് ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കണം. പിന്നെ ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ നല്ല രസം, നല്ല ക്ലൈമറ്റാണ്. വലിയ തണുപ്പുമല്ല ചൂടുമല്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ഇവിടെ ഫുള്ള് കണ്ടോ ഈ എൻ്റെ ഇവിടെ വന്നതാ വെൽക്കം ജ്യൂസായിട്ട് ഹിബിസ്കസ് ജ്യൂസാണ് തന്നത്. കണ്ടോ, കുറച്ച് ഞാൻ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ കണ്ട് ഇത് നോക്കിയേ, എന്താ രസം നോക്കിയേ. ഇവിടെ ഭയങ്കര രസമല്ലേ ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ ഹൈക്കിങ്ങിന് പോകുന്നവരെല്ലാം ഇവിടെയാണ് താമസിക്കുന്നത്. കിളിമഞ്ചാരോ ട്രെക്ക് ചെയ്യാൻ പോകുന്നവർ, അതുപോലെ തന്നെ പിന്നെ വേറെ എവിടേക്കോ പോകുന്നവർ, മീൻസ് ഇവിടുത്തെ ടൂറിസ്റ്റ് വരുന്നവരെല്ലാം താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ റിസപ്ഷനേ ഉള്ളൂ, ബാക്കിലാണ് ഇതിൻ്റെ റൂംസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇതൊക്കെയാണ് എടുത്തത്. സ്വീറ്റ് പൊട്ടാറ്റോ, ടോസ്റ്റഡ് ബ്രെഡ്, പിന്നെ ജ്യൂസ്, ഇതൊക്കെയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇപ്പം ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പം റെഡി ആവണം പോകാൻ വേണ്ടിയിട്ട്. ഈ റൂമിലാണേ ഞാൻ താമസിക്കാൻ പോകുന്നത്. 109 ഒരാൾ കണ്ടോ തൊപ്പിക്ക് വെച്ചിട്ട് എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് റൂമിലോട്ട് ഞാൻ കയറാൻ പോകട്ടോ. ഇതാണ് എൻ്റെ റൂം. അടിപൊളി റൂം, സൂപ്പർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനിവിടെ വന്നിട്ട് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ഞാൻ ആദ്യം ഒരു മിൽക്ക് ടീ അങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ അവർ മിൽക്ക് ടീ കൊണ്ടുവന്നു. ഷുഗർ വേണമെങ്കിൽ നമുക്ക് ഇടാം. അതും കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഗ്ലാസ്സും കൂടെ അധികം പിന്നെയും ഉണ്ട് കേട്ടോ, കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ കുടിച്ച് നോക്കാം എന്തായാലും ടേസ്റ്റ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ മിൽക്ക് ടീ എന്നാണ് പറഞ്ഞത്. ഇത് മിൽക്ക് മാത്രമായിട്ട് തോന്നുന്നു. എന്തായാലും നോക്കട്ടെ. പക്ഷെ ഞാൻ നേരത്തെ താമസിച്ച അവിടെ കുടിച്ച് നല്ല ടീ ആയിരുന്നു. ഇവിടുത്തെ ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് കണ്ടോ, ഒരു മസായി ഗിഫ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മസായി ട്രൈബിൾസ് ഉപയോഗിക്കുന്ന എന്തോ സാധനങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ ഒരു ഗിഫ്റ്റ്, ഇത് ഓപ്പൺ അല്ല, ഇത് ഗിഫ്റ്റ് ഷോപ്പാണിത്. ഇതിനകത്ത് കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ആക്കുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇതാണ് ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത്. അവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പം ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. അപ്പം അവർ ചോദിച്ചു പുറത്തിരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇവിടെ എന്നെ കൊണ്ടുവന്നു. ഇവിടെ കണ്ടോ നല്ല രസം. അതാണ്ടേ കണ്ടോ, ഇതുപോലെ ഹട്ടാണ്. ഇങ്ങനെ ഹട്ടിലാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. സാധാരണ നമ്മൾ ഈ മൂന്നാർ അല്ലെങ്കിൽ വയനാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഇതുപോലുള്ള ഒരിത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ അതേപോലെ തന്നെയാണ് ഇവിടെ കണ്ട് ഇങ്ങനെ നടക്കാനുള്ള ഇങ്ങനെ ഇതൊക്കെ പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ വേണേലും ഇവിടെ വന്ന് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അവർ വന്ന് നമ്മുടെ അടുത്ത് വന്ന് എടുക്കും. പിന്നെ നമ്മൾ ഇവിടെ വേണേലും അവിടെ കൊണ്ടിരിക്കാനുള്ള സൗകര്യം. ഇത് ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ, പുറകോട്ടൊക്കെ ഒത്തിരി ഏരിയ ഉണ്ട്. പിന്നെ അവിടെ നോക്കാം, അങ്ങോട്ട് പോയി നോക്കാമേ. നല്ല പഞ്ഞി പോലത്തെ പൂവ്, അത് അടുത്ത് വല്ലതും കാണാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഇപ്പോൾ കണ്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴിയായിരിക്കും. അല്ല, ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇത് ടോയ്ലറ്റിലേക്ക് പോകാം. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ നല്ല തണുപ്പും, വലിയ തണുപ്പല്ല, ചെറിയ തണുപ്പ്. ഇത് കണ്ടോ പനയാണ് കേട്ടോ, ഫുള്ള് പനയാണ് ഇവിടെ എല്ലാം. അവിടെ ഒരു ഇത് കണ്ടോ,
ഒരു പൂക്കളുണ്ടായി നിൽക്കുന്ന വലിയൊരു മരത്തിൽ മഞ്ഞ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ടോ? ഇവിടെ കൂടെ നമുക്ക് പോയി നോക്കാമേ. ഇവിടെ ഇവിടെ കണ്ടേ, എനിക്കൊന്ന് ഈ വൈകിട്ട് ഈവനിങ് ടൈമിൽ വല്ല പ്രോഗ്രാമൊക്കെ നടക്കുമ്പം ഇവിടെ ആയിരിക്കും. ഇത് കണ്ടോ? അടിപൊളിയല്ലേ, സൂപ്പറല്ലേ ഇവിടെ എല്ലാം കാണാൻ. നല്ല ചെടികൾ, പൂക്കൾ. അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നവരെയൊക്കെ കാണാം കേട്ടോ. അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടേ കുറച്ച് പേര് രണ്ട് ലേഡീസ് ഇരുന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇവിടെയൊക്കെ ഇതുണ്ട്. ഇത് കണ്ടോ, ഈ ചെടി ഇങ്ങനെ പടർത്തി ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഒരു കുഞ്ഞു വാവ ഒരു അമ്മയുടെ പുറകിലിരിക്കുകയാണ്. അമ്മ കലം കൊണ്ട് പോകുന്നു. അമ്മ പുറത്ത് കുഞ്ഞിനെ ഇങ്ങനെ ബാഗിനകത്തിട്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് ഇതിനുള്ളിലാണ് കേട്ടോ. ഇതിനകത്താണ് റെസ്റ്റോറൻറ്റ്. നമുക്കിങ്ങനെ ഇവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകണമെങ്കിലും ഇരുന്ന് കഴിക്കാം. പുറത്തെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പുറത്ത് പോയിരുന്ന് വേണമെങ്കിലും കഴിക്കാം. ഹായ്, വേണ്ട ഇത് വേണ്ട ചെടി. അവിടെ നമ്മൾ കണ്ടില്ല ഒരു ചെടിയിൽ ആ പൂക്കളാണേ ഈ കാണുന്നത്. കണ്ടോ? അയ്യോ, ഒരാൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടോ. പിന്നെ ഇത് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇതും കണ്ടോ പൂക്കൾ. ഇത് നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാകുന്ന പൂക്കളാണ് കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ ഭാഗം എന്ന് പറയുന്നത്. അവിടെ സ്വിമ്മിങ് പൂള് കേട്ടോ. ഇത് കണ്ടോ. പിന്നെ അവിടെ രണ്ടുപേരും നിൽപ്പുണ്ട്. ഇവിടെ രണ്ടുപേരും ഞാൻ കാണിച്ചു തരാമേ. പിന്നെ ഒരാൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്ന ഒരാൾ വരുന്നുണ്ട്. അതാണ് സ്വിമ്മിങ് പൂള്. ഇവിടെയൊക്കെ ആൾക്കാർ ഹായ് ഹായ് ഹായ്. ഇവിടെ കണ്ടോ മൊത്തം പനയാണ്. ഇവിടെ എല്ലാം പന. ഇതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഒത്തിരി സ്ഥലത്തുണ്ട് കേട്ടോ. ഇവിടെ സ്വിമ്മിങ് പൂൾ ഇതാണ്ട് നമ്മൾ നേരത്തെ നിന്ന ഒരു ഹോട്ടലിൽ സ്വിമ്മിങ് പൂൾ പോലെ തന്നെ ആ ഒരു വലിപ്പമൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ മുമ്പ് പോയ ഏരിയ ആണ് അവിടെ എന്ന് പറയുന്നത്. അതിലേ വന്നിരുന്നെങ്കിൽ നമുക്ക് സ്വിമ്മിങ് പൂളിലെ കൂടി ഇങ്ങനെ വരാമായിരുന്നു. ഇപ്പം നമ്മൾ ഇതിലേ വന്നു. ഇതാക്കണ്ടോ, വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി നമുക്ക് സ്വിമ്മിങ് അറിയാവുന്നുണ്ടെങ്കിൽ സ്വിം ചെയ്യാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അവരൊക്കെ എന്നെ നോക്കുന്നു. എന്താണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് പോകുന്നത്? എൻ്റെ ഭാഷ അവർക്കറിയത്തില്ലല്ലോ, എന്താ സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നു. അവരെല്ലാം ക്ലീൻ ചെയ്യും കേട്ടോ. ഇത് ഭയങ്കര ക്ലീനിങ് ആണ്. എന്നെ എവിടെ ചെന്നു മറ്റേ ആ ഹോട്ടലിലാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. എല്ലായിടും നല്ല ക്ലീനായിരുന്നു. ഹായ്. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് പുറത്ത് പോയിരിക്കാം. പുറത്തിത് ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ. കുറച്ച് സ്ഥലങ്ങൾ അങ്ങോട്ടുണ്ട്. അവിടെയൊക്കെ പോയിരിക്കാം. എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ഒരു 3 o'clock വരെയൊക്കെ ഇവിടെ ഫുഡ് നമുക്ക് ലഞ്ച് ടൈം ഉണ്ട്. അപ്പം പിന്നെന്താ, നമുക്കിവിടെ നിന്ന് ഇറങ്ങി ഇനിയും ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ കേട്ടോ. ഫ്രണ്ട് വശം എന്ന് പറയുന്നത് ഇതാണ്. ആ ഗേറ്റ് കാണുന്നതാണ് ഫ്രണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇത് കണ്ടു, ഒരു ചെടി നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാൻ. അത് നമ്മളവിടെ കണ്ടിട്ടില്ല. ഇതിൻ്റെ പച്ച കളറല്ലേ എൻ്റെ കയ്യിലുണ്ട്. ഈ കളർ ആകുന്നതാണോ അറിയില്ല കേട്ടോ. ഇതുണ്ടോ, ഇത് കാറ്റക്സ്. ഇവിടെയൊക്കെ നമ്മുടെ ഉള്ള ചെടിയൊക്കെ തന്നെ. ഇവിടെ ഈ കാറ്റക്സിൻ്റെ വേറെ വെറൈറ്റികൾ കണ്ടോ.
അവിടുത്തെ കാക്കയാണോ? അയ്യോ, ആ കാക്കയുടെ കളറ് കണ്ടോ? വൈറ്റും ബ്ലാക്കും. ഞാൻ കാണിക്കാമേ. അയ്യോ, അതെന്തി? അതാണ് വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ളേ കാക്ക, കണ്ടോ? അച്ചോടാ, കാക്ക തന്നെയാണോ അത്? ഇവിടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ദേ ഇവിടെ ഒരു ഹായ് വേണ്ടേ, ഇവിടെ ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ട്. ഇതുണ്ടോ നല്ല ബാഗുകൾ. കൊള്ളാലോ. ഒരു ബാഗിൻ്റെ വിലയൊക്കെ ചോദിച്ചു നോക്കാമായിരുന്നു അല്ലേ, എന്താ വിലയാണെന്നോ. മാല, വളം, കമ്മൽ, ലിപ്സ്റ്റിക്, എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഇതുണ്ടോ മാലയൊക്കെ കിടക്കുന്നത്. എന്തേലും ബാഗ് എനിക്ക് ഇഷ്ടപ്പെടുന്നു. ഇപ്പം നോക്കട്ടെ, ഈ ബാഗ് നല്ല കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു ഇവിടെ വെച്ചിരിക്കുന്നേ ഉള്ളൊരു ഷോപ്പെന്നേ ഉള്ളൂ കേട്ടോ. വലിയ ഭംഗിയുള്ള ബാഗുകളൊന്നുമല്ല, സാധാരണ ബാഗുകളൊക്കെ ഉള്ളു. എന്നാലും ഇതിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് ചുമ്മാ ചോദിക്കാമേ. ഇത് പൊടിഞ്ഞു പോലെ ഇരിക്കുന്നല്ലോ. 30,000 ഷില്ലിങ്ങിലാണ് കേട്ടോ. ടാൻസാനിയൻ ഷില്ലിങ്ങിലാണ്. ഡോളർ ഹൗ മച്ച്? ഡോളറിൽ എത്രയാണെന്ന് ചോദിക്കട്ടെ ഞാനേ. ഇത് 35,000. എല്ലാം ഇത് ഷില്ലിങ്ങിലാണ്, ടാൻസാനിയൻ ഷില്ലിങ്ങിലാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിപ്പം 35,000 ആണ് ഈ ഒരു ബാഗിൻ്റെ വില, ടാൻസാനിയൻ പൈസ എന്ന് പറയുന്നത്. നമ്മളവിടെ ആകുമ്പോൾ എത്ര രൂപ ആകുമെന്ന് ഞാൻ നോക്കാം. ഡോളറിൽ വരുമ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. ഇത് 50 ഷില്ലിങ്, 50,000 ഷില്ലിങ്. ഇത് 50,000. ഇതിൻ്റെ വില കണ്ടോ, 70,000 ഷില്ലിങ്ങിലാണ് ഇതിൻ്റെ വില. എന്താ പ്രത്യേകത? ഇതൊക്കെ ആയിരിക്കും പ്രത്യേകത കണ്ടോ. ഈ ഒരു ഇതൊക്കെ ആയിരിക്കും പ്രത്യേകത വരുന്നത്. പിന്നെ ഇത് 55 ഷില്ലിങ്ങിൽ വരുമ്പം 55,000. ഇതെത്രയാണെന്നറിയാമോ? 40,000 ഇതിൻ്റെ വില. ഇതിൻ്റെ 40,000. How much? $1 mau dia. One. $11. ഓക്കെ, $11 30,000 ഷില്ലിങ്. $11. അപ്പോൾ നമ്മുടെ അവിടുത്തെ പൈസ എന്ന് പറയുമ്പോൾ $11 എന്ന് പറയുമ്പം 900 ഒക്കെ വരും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഏതാണ്ട് 1000 രൂപയ്ക്ക് അടുത്ത് വരും. 1000 രൂപയ്ക്ക് അടുത്ത് വരും ആ ഒരു ബാഗിൻ്റെ വില. വലിയ വ്യത്യാസമില്ല. അപ്പോൾ നമ്മുടെ അവിടുത്തെ തമ്മിൽ പൈസയുടെ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ 1000 രൂപ ആ ബാഗിന് വരുന്നത്. നമ്മുടെ അവിടെ വരുമ്പോഴത്തേക്കും $11 ഇവിടുത്തെ 30,000 ഷില്ലിങ് പറഞ്ഞപ്പോൾ $11. അപ്പോൾ നമുക്ക് ഫുഡ് ആയോ നോക്കാം. ഞാനൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞിട്ട് നോക്കാം എന്താണെന്നൊക്കെ ഉള്ളത്. ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ഇതാണ് മെനു എന്ന് പറയുന്നത്. ഞാനിവിടെ നോക്കിയപ്പോൾ റൈസ് ഒന്നും കാണില്ല. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു. അപ്പം പറഞ്ഞു അവർ ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ കറി ഓക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുവാണെന്നൊന്നും അറിയത്തില്ല. ഇനി വരുമ്പോൾ അറിയാം എന്തായിരിക്കും തരുന്നതെന്നുള്ളത്. ഇത് കണ്ടോ, ഇവിടെ ഇത് ഡോളറിലാണ് അവർ എഴുതിയിരിക്കുന്നത് 16.
അത് ടാൻസാനിയയിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 43,000 വരും. ആ ഒരു ഫുഡിന് മാത്രം ടാൻസാനിയയുടെ ഷില്ലിങ് എന്നാണ് പറയുന്നത്. ഇവിടെ ടാൻസാനിയ ഷില്ലിങ്ങിൽ 43,000 വരും. അങ്ങനെ ഞാനൊരു ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ കറി ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ ഇനിയാണ് വന്നത്. ദേ പുട്ട് പോലെ ഫ്രൈഡ് റൈസ്, ദേ ചിക്കൻ കറി, പിന്നെ കുറച്ച് വെജിറ്റബിൾ, ക്യാരറ്റ്, പയർ, ബീൻസ് പയറില്ലേ അത്, ഇതാണ്. അപ്പോൾ ഇനി കഴിച്ചു നോക്കട്ടെ, നല്ലതാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. കഴിച്ചു നോക്കട്ടെ. ഇതാണ് ഇന്ന് ഇവിടുത്തെ ലഞ്ച് എന്ന് പറയുന്നത്.